അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ഒരു പെണ്ണ് വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് വ്യഭിചാരത്തിലൂടെ ഉണ്ടായതാണ്, വ്യഭിചാരത്തിലൂടെ ഉണ്ടായ കുഞ്ഞാണ് നബിയേ, ഞാൻ വ്യഭിചരിച്ചു നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ആ പെണ്ണിനോട് പറഞ്ഞു, നീ ഗർഭിണിയല്ലേ, നീ പ്രസവിച്ചിട്ട് വരാൻ. ആ പെണ്ണ് പോയി പടച്ചവരെ 9.5 മാസം കഴിഞ്ഞു, അവിടെ നിന്ന് പ്രസവിച്ചു. ചോരക്കുഞ്ഞിനെയും കൊണ്ട് ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, മുത്തുനബിയുടെ ചാരത്ത് വന്നു, നബിയെ ഞാൻ പ്രസവിച്ചു, ഇനി എന്നെ എറിഞ്ഞു കൊല്ലു നബിയെ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, പെണ്ണേ, നീ പോയാ പാല് കൊടുക്കാൻ ആരുമില്ലല്ലോ, അതുകൊണ്ട് ഈ കുഞ്ഞിന് നീ പാല് കൊടുക്ക്. പെണ്ണ് ഗർഭിണിയാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് വന്നിട്ട് പറഞ്ഞു, നബിയെ, ഞാൻ വ്യഭിചരിച്ചു നബിയെ, എന്റെ വയറ്റിൽ കിടക്കണ കുഞ്ഞ് വ്യഭിചാരത്തിലൂടെ ഉണ്ടായതാ, എനിക്ക് ശിക്ഷതാ. പ്രവാചകൻ പറഞ്ഞു, നീ പോ, പ്രസവിച്ചിട്ട് വാ, മനസ്സ് മാറിയാലോ. എറിഞ്ഞു കൊല്ലാനല്ല നോക്കിയത്. ആ പെണ്ണ് തിരിച്ചു വരില്ല എന്ന് കരുതിയിട്ട് പ്രവാചകൻ പറഞ്ഞു, നീ പോ. 9.5 മാസം കഴിഞ്ഞു, പ്രസവം കഴിഞ്ഞിട്ട് ചോര കുഞ്ഞിനെയും കൊണ്ടുവന്ന് മുത്തുനബിയുടെ മുന്നിൽ വെച്ചിട്ട് പറയാ, പ്രസവിച്ച് നബിയെ, എനിക്കുള്ള ശിക്ഷതാ. റസൂലുള്ളാഹി പറഞ്ഞു, നീ പോയി പാല് കൊടുക്കു കുഞ്ഞിന്, അങ്ങനെയെങ്കിലും കുഞ്ഞിന്റെ മുഖം കാണുമ്പോഴെങ്കിലും മനസ്സ് മാറുമെന്ന് വിചാരിച്ചിട്ടാ പറഞ്ഞിട്ടെ. ആ പെണ്ണ് പോയിട്ട് തന്റെ കുഞ്ഞു പാല് കുടിക്കും. അവസാനം ഭക്ഷണം കഴിക്കാൻ സമയമായപ്പോ, പാലുകുടിയൊക്കെ കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞ് തന്റെ കുഞ്ഞു ഭക്ഷണം കഴിക്കാൻ മുത്തുനബിയുടെ മുന്നിൽ കൊണ്ടുവന്നിട്ട് കാണിച്ചു കൊടുത്തു, നബിയെ, എന്റെ മോൻ പാലല്ലാത്ത ഭക്ഷണം കഴിക്കാൻ തുടങ്ങി, എനിക്ക് ശിക്ഷതാ നബിയെ. സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബിയുടെ മുന്നിൽ റസൂലുള്ളാഹി തങ്ങൾ അവിടെ നിന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ എന്തെന്നറിയോ, നബിയെ, ഒരു തെറ്റിന്റെ പേരിൽ അള്ളാഹു 2 പ്രാവശ്യം ഒരു മനുഷ്യനെ ശിക്ഷിക്കില്ല. ഒരു തെറ്റ് ചെയ്തതിന്റെ പേരിൽ 2 പ്രാവശ്യം അള്ളാഹു ഒരാളെ ശിക്ഷിക്കോ? ഇല്ല, അള്ളാഹ് നീതിമാനാ. അപ്പൊ ഇവിടെ വെച്ച് ഇതാണെങ്കിൽ എറിഞ്ഞങ്ങ് മരിക്കുന്നതോടുകൂടി എന്റെ കാര്യം തീർന്നു. പക്ഷെ അള്ളാഹുടെ മുന്നിൽ പോകുമ്പോൾ എനിക്ക് രക്ഷപ്പെടാമല്ലോ. പക്ഷേ അവിടെ പോയാൽ എന്നെ കൊണ്ട് താങ്ങാൻ പറ്റില്ല നബിയെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പെണ്ണിന്റെ മയ്യത്ത് നമസ്കരിക്കാൻ പോകുമ്പോഴാ ഉമർ തങ്ങൾ തടഞ്ഞിട്ട് ചോദിക്കാൻ, നബിയെ, വ്യഭിചരിച്ച് എറിഞ്ഞു കൊന്ന പെണ്ണിന്റെ മയ്യത്താണോ നമസ്കരിക്കണേ? അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, ഉമറേ, ഈ പെണ്ണാരെന്നറിയുവോ? ഈ പെണ്ണിന്റെ തൗബ എന്തെന്നറിയുവോ? റസൂലുള്ളാഹി പറയുകയാ, ഈ നാട്ടിലെ സർവ്വ ആൾക്കാർക്കും ഈ പെണ്ണിന്റെ തൗബ എങ്ങാനും വിഹിതം വെച്ച് കൊടുത്താൽ അല്ലാഹുവേ, സർവരുടെയും പാപം അല്ലാഹു പുറത്തു കൊടുക്കും. അങ്ങനെ ഒരു തൗബയായിരുന്നു പഠിച്ചവരെ, അങ്ങനായിരുന്നു മുത്തുനബിയുടെ മുന്നിൽ. ഈ പെണ്ണിന്റെ തൗബ എടുത്തിട്ട് വിഹിതം വെച്ചു കൊടുത്താൽ ഈ നാട്ടിലെ എല്ലാ മനുഷ്യരുടെയും പാപം അല്ലാഹു പുറത്തു കൊടുക്കും. അത്രയും വലിയ തൗബയാ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.